വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +1 എക്കണോമിക്സിലെ രണ്ടാമത്തെ അധ്യായമായ ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950 1990 എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് നേരിട്ട് മുൻകാല പരീക്ഷകളിൽ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അതിന്റെ ആൻസറുകളും നമുക്ക് കൈകാര്യം ചെയ്യാം. ഒരു ക്വസ്റ്റ്യന് 2015 സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്, കറക്റ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഇഫ് ഇറ്റ് ഈസ് റോങ്. The IPR of 1956 classified industries into 4 categories. നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തെറ്റാണെങ്കിൽ തിരുത്താനും പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: IPR 1956 പ്രകാരം, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 പ്രകാരം, വ്യവസായ നയപ്രമേയം 1956 പ്രകാരം വ്യവസായങ്ങളെ 4ആയി തരംതിരിച്ചിട്ടുണ്ട് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ? ഇത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം IPR 1956 പ്രകാരം വ്യവസായങ്ങളെ, ഇൻഡസ്ട്രീസിനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, 4ആയിട്ടല്ല. അപ്പോൾ ഇതൊരു ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനെങ്ങനെ ശരിയാക്കുക? The IPR of 1956 classified industries into 3 categories എന്നാണ് നമ്മൾ ശരിയാക്കി എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2016 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഗ്രീൻ റെവല്യൂഷൻ എനാബിൾഡ് ദ ഗവൺമെൻറ് ടു പ്രൊക്യൂർ സഫിഷ്യൻറ്റ് ഫുഡ് ഗ്രെയിൻസ്. ഐഡൻറ്റിഫൈ ദ ബെനിഫിഷ്യൽ എഫക്ട്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഹരിത വിപ്ലവം മതിയായ ഭക്ഷ്യധാന്യങ്ങൾ തയ്യാറാക്കാൻ സർക്കാരിനെ പര്യാപ്തമാക്കി. ഗ്രീൻ റെവല്യൂഷൻ്റെ ബെനിഫിഷ്യൽ എഫക്ട്സ്, ഗുണങ്ങൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാമത്തെ ഗുണഫലങ്ങളാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു ഗുണമാണ് ഹരിത വിപ്ലവം നടപ്പിലാക്കിയതോടെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു. അതുപോലെ നാണ്യവിളകളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഭക്ഷ്യദൗർബല്യം നേരിടാൻ ഗവൺമെൻറ് തയ്യാറായി. പൊതുവിതരണ സംവിധാനം വഴി അർഹതപ്പെട്ടവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു കൊടുക്കാനായി. അപ്പോൾ ഇവയൊക്കെയാണ് ഈ ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ. അത് നമ്മൾ ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യന് 2020 മാർച്ച് പബ്ലിക് എക്സാമിന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വിച്ച് ഇന്ത്യൻ 5-year പ്ലാൻ റെക്കഗ്നൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻ ഇക്കണോമിക് ഗ്രോത്ത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഹ്യൂമൻ ക്യാപിറ്റലിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്? മനുഷ്യ മൂലധനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പഞ്ചവത്സര പദ്ധതിക്കാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ 3rd 5-year പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി 4th 5-year പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി 6th 5-year പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി 7th 5-year പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജനറലായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനെയും പരീക്ഷയ്ക്ക് ജനറൽ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 7th 5-year പ്ലാനാണ്. 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഹ്യൂമൻ ക്യാപിറ്റലിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യന് 2016 മാർച്ച് പബ്ലിക് എക്സാമിന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. റൈറ്റ് ദി അഡ്വാൻറ്റേജസ് ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ചെറുകിട വ്യവസായങ്ങൾ സാമ്പത്തിക വികസനത്തിൽ കാര്യമായിട്ട് പങ്കുവഹിക്കുന്നുണ്ട്. ചെറുകിട വ്യവസായങ്ങളുടെ, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ അഡ്വാൻറ്റേജുകൾ, ഗുണങ്ങൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, മേന്മകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജാണ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ മൂലധനം കുറച്ചു മതി, കൂടുതൽ പേർക്ക് ജോലി, പരിസ്ഥിതി മലിനീകരണം കുറവായിരിക്കും, ഗ്രാമങ്ങളുടെ വികസനം. ഇവയൊക്കെയാണ് ചെറുകിട വ്യവസായങ്ങളുടെ അഡ്വാൻറ്റേജ്, ഗുണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യന് 2017 മാർച്ച് പബ്ലിക് എക്സാമിന് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആൻ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി
ഇറക്കുമതി ബദൽ നയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവ ഏവയൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ ടാക്സ് ഓൺ ഇമ്പോർട്ട് ഗുഡ്സ്, ഓപ്ഷൻ ബി ഫിക്സിംഗ് ഓഫ് കോട്ടാസ്, ഓപ്ഷൻ സി എൻലാർജ് ഓഫ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദിസ്. ഓപ്ഷൻ എ എന്താ പറയുന്നത്? ഇൻക്രീസ് ഇൻ ടാക്സ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്, ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ ടാക്സ് കൂടുതൽ ഈടാക്കി, അതാണ് ഒന്നാമത് പറയുന്നത്, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ഫിക്സിംഗ് ഓഫ് കോട്ട ഈടാക്കി. എന്താണ് കോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ എന്നാണ്. ഇറക്കുമതിക്ക് കയറ്റുമതിക്കും ഏർപ്പെടുത്തിയിരുന്ന അളവിലുള്ള നിയന്ത്രണത്തിനെ നമ്മൾ കോട്ട എന്ന് വിളിക്കും. ഓപ്ഷൻ സി എൻലാർജ് ഓഫ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. ഓപ്ഷൻ ഡി ആൾ ഓഫ് ദീസ്, ഇവയെല്ലാം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആൾ ഓഫ് ദീസ് ആണ്. ഈ മുകളിൽ പറയുന്ന ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഒക്കെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായത് കൊണ്ട് തന്നെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസിയുടെ ഇറക്കുമതി ബദൽ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ളവയാണ് മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആൾ ഓഫ് ദീസ് ആണ്. അടുത്തൊരു ക്വസ്റ്റിന് 2013 മാർച്ച് പബ്ലിക് എക്സാമിന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ ദർ വാസ് നൈദർ ഗ്രോത്ത് നോർ ഇക്വിറ്റി ഇൻ ദി അഗ്രികൾച്ചർ സെക്ടർ. കൊളോണിയൽ ഭരണകാലഘട്ടത്ത് ഇന്ത്യൻ കാർഷിക മേഖലയിൽ വലിയ വളർച്ചയൊന്നും ഇല്ലായിരുന്നു. ഈ പ്രസ്താവന പറഞ്ഞതിന് ശേഷം താഴെ 2 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ നെയിം ദ 2 മെഷേഴ്സ് അഡാപ്റ്റഡ് ബൈ ദ പോളിസീസ് മേക്കേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ടു റിസോൾവ് ദിസ്. കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടപ്പിലാക്കിയ 2 പരിഷ്കാരങ്ങളെക്കുറിച്ച്, 2 പോളിസികളെക്കുറിച്ച്, 2 നയങ്ങളെക്കുറിച്ചാണ് ഓപ്ഷൻ എയിൽ ചോദിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാം, ലാൻഡ് റിഫോംസും ഗ്രീൻ റെവല്യൂഷനാണ്. ഭൂപരിഷ്കാരവും ഹരിത വിപ്ലവവുമാണ് ആ 2 പോളിസികൾ. രണ്ടാമത്തെ ഓപ്ഷൻ ബിയിൽ എന്താ പറയുന്നത്? സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് എനി വൺ. ഈ ഹരിത വിപ്ലവത്തിൻ്റെയോ അല്ലെങ്കിൽ ഭൂപരിഷ്കാരത്തിൻ്റെയോ ഏതിലെങ്കിലും ഒന്നിൻ്റെ ഫീച്ചേഴ്സ്, സവിശേഷത പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നമുക്ക് ഹരിത വിപ്ലവത്തിൻ്റെ ഫീച്ചേഴ്സ് തന്നെ, സവിശേഷത തന്നെ പറയാം. ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് എന്താ? ഹരിത വിപ്ലവത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളാണ് ഉപയോഗിച്ചിരുന്നത്. രാസവളങ്ങൾ, കീടനാശിനികൾ ഉപയോഗിച്ചിരുന്നു. ട്രാക്ടറുകൾ, പമ്പ് സെറ്റുകൾ മുതലായവ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇവയാണ് ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകൾ. അടുത്ത ക്വസ്റ്റ്യന് 2019 മാർച്ച് പബ്ലിക് എക്സാമിന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നെയിം ദ ട്രേഡ് പോളിസി അഡാപ്റ്റഡ് ബൈ ഇന്ത്യ ഡ്യൂറിങ് 1950 to 1990. 1950-90 കാലഘട്ടങ്ങളിൽ ഇന്ത്യ നടപ്പിലാക്കിയ വിദേശ വ്യാപാര നയം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കറിയാം, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസിയാണ്. ഇറക്കുമതി ബദൽ അല്ലെങ്കിൽ ട്രേഡ് പോളിസി എന്ന് പറയുന്നൊരു ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓപ്ഷൻ എയുടെ ഉത്തരം ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസിയാണ്, ഇറക്കുമതി ബദൽ നയമാണ്. ഓപ്ഷൻ ബി ഐഡൻറ്റിഫൈ ദ പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് ടു പ്രൊട്ടക്ട് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ ഈ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി പ്രകാരം നടപ്പിലാക്കിയ 2 കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, അത് താരിഫും കോട്ടയാണ്. അടുത്ത ക്വസ്റ്റ്യന് 2019 മാർച്ച് പബ്ലിക് എക്സാമിന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. കാർവേ കമ്മിറ്റി ഗീവ്സ് സജഷൻസ് ടു പ്രൊമോട്ട് ദ വർക്കിംഗ് ഓഫ് ദ ഫോളോയിങ്, ഫൈൻഡ് ഇറ്റ്. കാർവേ കമ്മിറ്റി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് താഴെ കൊടുത്തിരിക്കുന്ന ഏതിനാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ഹെവി ഇൻഡസ്ട്രീസ്, ഓപ്ഷൻ ബി റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, ഓപ്ഷൻ സി ദി പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ്, ഓപ്ഷൻ ഡി സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഓപ്ഷൻ എ ഹെവി ഇൻഡസ്ട്രീസ് ആണ്, മൂലധന വ്യവസായങ്ങളാണ്. അതല്ല. ഓപ്ഷൻ ബി റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രാമീണ അടിസ്ഥാന വികസനത്തിന്, അതുമല്ല. ഓപ്ഷൻ സി ദ പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ്, പൊതുമേഖലാ വ്യവസായങ്ങളും അല്ല. ഓപ്ഷൻ ഡി സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ചെറുകിട വ്യവസായങ്ങൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം.
ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്, ചെറുകിട വ്യവസായങ്ങളാണ്. കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കമ്മിറ്റിയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ചെറുകിട വ്യവസായങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാർവേ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യന് 2018 മാർച്ച് പബ്ലിക് എക്സാമിന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഗോൾഡൻ റെവല്യൂഷൻ റിലേറ്റ്സ് ടു. സ്വർണ്ണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ജനറലായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. 4 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ഹോർട്ടിക്കൾച്ചർ, പഴം പച്ചക്കറി കൃഷി. ഓപ്ഷൻ ബി സെറികൾച്ചർ, പട്ടുനൂൽ കൃഷി. ഓപ്ഷൻ സി പിസ്കി കൾച്ചർ, മത്സ്യകൃഷി. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹോർട്ടിക്കൾച്ചറാണ്, പഴം പച്ചക്കറി കൃഷിയാണ്. സ്വർണ്ണ വിപ്ലവം ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. ഗോൾഡൻ റവല്യൂഷൻ ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. പഴം പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.